السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഖ്ബൂറും മർബൂറുമായ ഹജ്ജും ഉംറയും ഒരുപാട് തവണ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്തുനബിയുടെ സിയാറത്തും അവിടുത്തെ ശഫാഅത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചത് ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുക എന്നുള്ള കുറച്ച് വിഷയമായിരുന്നു. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഹജ്ജ് നിർബന്ധമാകുന്നില്ല എന്ന ഒരു വിഷയമാണ്. സ്ത്രീകളുടെ ഹജ്ജിൻ്റെ വുജൂബുമായി ബന്ധപ്പെട്ട ചർച്ച പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ വന്ന എല്ലാ ആയത്തുകളും ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ ഞാനിങ്ങനെ ഒതിയപ്പോൾ ഒരു ആയത്ത് ശ്രദ്ധപ്പെട്ടു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്നുള്ള ആയത്ത് ഇറങ്ങിയത് ശരിക്ക് ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത്? ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണ് ഇറങ്ങേണ്ടത് എന്നും ഹാജിയുടെ ദുആഇൻ്റെ മാറ്റർ എന്തായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നലത്തെ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഞാനിങ്ങനെ ശ്രദ്ധപ്പെട്ടൊരായത്ത് വല്ലാതെ സന്തോഷമല്ല, ഭയങ്കര ഗൗരവമുള്ളൊരായത്തായി. ഹജ്ജിൻ്റെ പേരിൽ തന്നെ സൂറത്തുണ്ടല്ലോ ഖുർആനിലല്ലേ. നിസ്കാരത്തിൻ്റെ പേരിലൊന്നും ഇല്ല കേട്ടോ. നിസ്കാരം, സക്കാത്ത്, നോമ്പ് അതിൻ്റെ പേരിലൊന്നും ഖുർആനിൽ സൂറത്തില്ല. ഞാൻ ഓതാം. ഇന്നല്ലദീന കഫറു സൂറത്തുൽ ഹജ്ജിൻ്റെ 25-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹജ്ജ് 20. ഒട്ടും കടലാസൊക്കെ എടുക്കണത് നല്ലതാണ്, എഴുതി വെക്കാനൊക്കെ പറ്റും. ഇതൊക്കെ വല്ലാത്ത നല്ല മായനുള്ള നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ആയത്തുകളാണ്. ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സ്ത്രീൻ്റെ ഹജ്ജുമായും ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹ് വൽ മസ്ജിദിൽ ഹറാം. തീർച്ചയായും കാഫിരീങ്ങളായ ആളുകൾ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗം തടഞ്ഞു വെക്കുന്നവരും. അള്ളാഹിൻ്റെ മാർഗം തടഞ്ഞു വെക്കാൻ ആർക്കും മാർഗമില്ല. അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം തടഞ്ഞു വെക്കാൻ ആർക്കും അധികാരമില്ല. വൽ മസ്ജിദിൽ ഹറാം, അള്ളാഹിൻ്റെ സബീലാണ് മസ്ജിദുൽ ഹറാം. എല്ലാം അള്ളാഹിൻ്റെ സബീലാണെങ്കിലും അള്ളാഹുവിലേക്കുള്ള വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ഈ ആയത്തിൻ്റെ ഘടനകൾ ശ്രദ്ധിച്ചോ? അള്ളാഹിൻ്റെ വഴിയെ തൊട്ട് തടഞ്ഞു വെക്കുന്നവർ എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ മാർഗങ്ങളാണിത്, ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു എടുത്തു പറയാണ് വൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമും തടഞ്ഞു വെക്കുന്ന ആളുകൾ. അപ്പോൾ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് സബീലുള്ളയാണ്. അതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയാൻ കാരണം. യഥാർത്ഥ സബീലുള്ളയാണ്. സബീൽ എന്ന വഴി എന്നല്ലേ. നിസ്കാരത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സബീൽ എന്ന് പറയാം, അതേപോലെ ഒരുപാട് കർമ്മങ്ങൾ സബീൽ. പക്ഷെ സബീൽ പറഞ്ഞാൽ ഒറിജിനൽ വാക്കെന്താ? വഴി എന്നാണ്. ഇത് ശരിക്ക് അള്ളാഹുവിൻ്റെ ഭവനം. ആ ഭവനത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽപ്പെട്ട ഇബ്രാഹിം നബി വിളിച്ചു. നിസ്കാരത്തിൽ നമ്മൾ എല്ലാ സമയത്തും പറയാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ അലി ഇബ്രാഹിമ. നബിനോട്, ഇബ്രാഹിം നബിനോട് നമുക്ക് പ്രത്യേക ഒരു ടച്ച് ഉണ്ട്. അല്ല, കമാ ബാറക്ത അലാ മൂസ എന്ന് പറയുന്നില്ലല്ലോ, കമാ ബാറക്ത അലാ ഈസ എന്ന് പറയുന്നില്ലല്ലോ, വബാരിക് കമാ ബാറക്ത അലാ ആദം എന്ന് പറയുന്നില്ലല്ലോ. ഇബ്രാഹിം നബിൻ്റെ മേൽ ബർക്കത്ത് ചെയ്തതുപോലെ കുടുംബത്തിൻ്റെ മേൽ നീ ബർക്കത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്ഥാനപ്പേര് ഖലീലുള്ള എന്നാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ നമ്മളെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അള്ളാഹിൻ്റെ വിളി ഇബ്രാഹിം നബി വിളിച്ചു. അള്ളാഹു ഒരു ഭവനം അവിടെ ഉണ്ടാക്കി ആ ഭവനത്തിലേക്ക് പോവുകയാണ്. അതാ സബീലുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൽ ഹറാമും തടയുന്നവർ, ആ മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പറയുന്നൊരു വിശേഷണം ഭയങ്കര ആശയമുള്ളതാണ്. അല്ലദീ ജഅൽനാഹു ലിന്നാസ്, അത് ആൾക്കാർക്ക് വേണ്ടി അള്ളാഹു തആല നിർമ്മിച്ചതാണ്. അന്നാസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ജനങ്ങൾക്ക് വേണ്ടി. അന്നാസ് എന്ന് അൽ എന്നൊരു പദമുള്ള അനാസാണ്. അപ്പോൾ ലോകത്തെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹ് പറയാണ് സവാ അനിൽ ആക്കിഫു ഫീഹി വൽ ബാദ്, അവിടെ എല്ലാവരും കണക്കാ. അൽ ആക്കിഫു ഫീഹി, അവിടെയുള്ള താമസക്കാരും കണക്കാണ്. വൽ ബാദ്, ഏതെങ്കിലും അറാബികളോ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ നിന്നോ എവിടുന്ന് വന്നാലും, അറാബിയൊക്കെ പൊതുവെ അങ്ങനെ ഒരു പ്രത്യേക പരിഗണനയൊന്നും കിട്ടൂലല്ലോ, അങ്ങാടിയിലോ മറ്റോ മറിച്ചോ ഒന്നും കിട്ടൂലല്ലോ. പക്ഷേ അവിടെ എല്ലാവരും കണക്കാണ്. ഞാൻ ഖുറൈശിയാണ്, ഞാനിവിടെ കുറേ കാലമായി വീട് കെട്ടി താമസിക്കുന്നു എന്ന് പറഞ്ഞവനവിടെ കണക്കാണ്. ജീവിതത്തിൽ ഏതോ ഒരു സാധു എവിടെ നിന്നൊക്കെയോ ഒക്കെ പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ വലിയ കുടുംബമില്ല, തറവാടില്ല, ഒന്നുമില്ല, അവിടെ കണക്കാണ്. ഈ കണക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കണക്കാണ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും വസ്ത്രം ഒന്നാക്കിയത്. ഓക്കെ, ഒക്കെ ഭയങ്കരമായ ആശയങ്ങളുണ്ട് ഈ ആയത്തിലൊക്കെ. സവാ അനിൽ ആക്കിഫു ഫീഹി വൽ ബാദ്, അവിടെ കണക്കാണ്. അൽ ആക്കിഫ്, അവിടെയുള്ള താമസക്കാരും, വൽ ബാദ്, അവിടെ വന്നെത്തുന്നവരും കണക്കാണ്. എല്ലാവരും കണക്ക്. നമ്മൾ ഹറമിലൊക്കെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും, ഭയങ്കര കോടീശ്വരൻ ഉണ്ടാവും നമ്മളെ തൊട്ടടുത്ത്, നമ്മളത് അറിയുന്നില്ല. കോടീശ്വരനായ ഒരാളുണ്ടാവും നമ്മളെ തൊട്ടടുത്ത്. അയാൾ ഏതോ ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ ആളായിരിക്കും ചിലപ്പോൾ, നമ്മളറിയണ്ടോ? അയാൾക്കും വെള്ള വസ്ത്രം, നമുക്കും വെള്ള വസ്ത്രം. അയാൾക്കും വെള്ള വസ്ത്രം, നമുക്കും വെള്ള വസ്ത്രം. ഫക്കീർ, ഈ സൊഫക്കല്ലേ സൊഫ, ഈ സൊഫൻ്റെ ഈ രണ്ട് വഴിയുണ്ടല്ലോ, അപ്പോൾ നമ്മൾ സഫ മർവൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഈ രണ്ട് വഴിയിലും നിറയെ വീടുകളായിരുന്നു, നിറയെ വീടുകളായിരുന്നു. അറബികളുടെ വീടുകൾ, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വീട്, അബൂ താലിബിൻ്റെ വീട്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളീ കേൾക്കുന്ന ആൾക്കാരല്ലേ, ഈ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടായിരുന്നു. അപ്പോൾ അവിടെ താമസമുള്ള ആൾക്കാരുണ്ട്. അതേമാതിരി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മത്താഫില്ലേ, മത്താഫ്, ഈ മത്താഫിൻ്റെ അരൂരൊക്കെ ഹോട്ടലുകളും പീടികളായിരുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ മലബാർ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ സംസം കിണറൊക്കെ നിൽക്കുന്നിടത്ത് മലബാർ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഈ 1900-ൻ്റെ തുടക്കത്തിൽ, ഒരു നൂറ്റാണ്ടൊക്കെ ആയി. അത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് മലബാർ ഹോട്ടൽ. ഞാൻ കണ്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ന് കുറേ പീടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്കും കണക്കാണ് അവിടെ. മക്ക സ്വദേശി നൽകുക അങ്ങനെയൊന്നുമില്ല. മക്കയിൽ എല്ലാവരും ഒരേ പൗരന്മാരാണ്. മക്ക സ്വദേശി മക്കി പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ സെക്യൂരിറ്റി ഹാജി 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 എന്ന് വിളിക്കുക. എല്ലാവരും കണക്കാണ്. അവിടെ കാബയെ ലക്ഷ്യം വെച്ച് വരുന്ന ആൾ എന്നതാണ് കണക്ക്. ഇനി ശ്രദ്ധിക്കാം. فمن يرد فيه بإلحاد بظلم نذقه من عذاب أليم. അവിടെ പോയിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യണമെന്നൊരാൾ ഉദ്ദേശിച്ചാൽ നുദിഖുഹു, നാം അവനെ ശരിക്കും അങ്ങ് രുചിപ്പിക്കും, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ നാം രുചിപ്പിക്കും. അവിടെ തെറ്റ് ചെയ്യാൻ വരണ്ടെന്ന് അല്ലാഹു തആല താക്കീതാണ്. അവിടെ എല്ലാവരും കണക്കാണ്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചിരുന്നാണ്. വമൻ യുരിദ് ഫി, ആരെങ്കിലും അവിടെ ഉദ്ദേശിച്ചാൽ, ബി ഇൽഹാദിൻ, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ബിളുൽമിൻ, മനഃപൂർവ്വം ആരെങ്കിലും അവിടെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നുദിഖുഹു, നാം അവനെ രുചിപ്പിക്കും, മിൻ അദാബിൻ അലീം, കഠിനമായ ശിക്ഷ കൊണ്ട് നാം രുചിപ്പിക്കും. അവിടെ തെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ആരും വരണ്ട. അള്ളാഹ് പറയാണ്, അല്ലാഹു തആല പറയാണ്. അങ്ങനെ തെറ്റ് ചെയ്യാൻ വേണ്ടി വന്നൊരു ടീമിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? കാബൻ്റെ അവിടെ ളുൽമ ചെയ്യാൻ വേണ്ടി വന്നൊരു ടീമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അറിയോ ഏതാണ് ആ ടീം? ആർക്കെങ്കിലും അറിയാം? ഒരു രാജാവും കൂട്ടരും
ആരാണ്? യെസ്, ഖുറാനിൽ തന്നെ പറയുന്ന ഒരു സൂറത്ത് തന്നെ ഉണ്ട്. അതെല്ലാവർക്കും പാഠത്തിന് വേണ്ടിയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബിൽ ഫീൽ, ആന, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അന്ന് ആനപ്പടാന്നൊക്കെ പറയുന്നത്. അവരെയും കൊണ്ട് യുദ്ധത്തിന് വന്ന ടീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ ആ തന്ത്രങ്ങളെയൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തിയില്ലേ? വാറസല അലൈഹിം ത്വയ്റൻ അബാബിൽ. അപ്പോൾ ഭൂമിയിലെ ആൾക്കാരെ സഹായം വേണ്ട. വാറസല അലൈഹിം ത്വയ്റൻ അബാബിൽ, നരകത്തിൽ നിന്ന് ചുട്ടെടുത്ത കല്ലുകൾ കാലിൽ തൂക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചുണ്ടിൽ വഹിച്ചുകൊണ്ട് പക്ഷികൾ അങ്ങോട്ട് അയച്ചു. ത്വയ്റൻ അബാബിൽ തെർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ആ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു ആ പക്ഷികൾ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മൃഗങ്ങളുടെ തൊഴുത്തുകളിൽ തിന്ന് ചവിട്ടി മെതിച്ച വൈക്കോൽ പോലെ ചണ്ടികളാക്കി നാം അവരെ ഹറമിൻ്റെ പുറത്ത് ഉപേക്ഷിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. ഹറമുകട് കയറാൻ പറ്റിയില്ല. ഒരു സൂറത്തിന് അല്ലാഹു തആല ഇതിനെ ഇറക്കിക്കാണ്. ഹജ്ജ് സൂറത്ത് ഇറക്കിയ പഠിച്ചോനെ, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ. അവിടെ പോയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ശ്രദ്ധിക്കണം. നമ്മൾ 10-40 ദിവസം നിൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കൂടുതൽ മക്കത്ത് നിൽക്കാൻ പാടില്ല, കൂടുതൽ മദീനത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. കണ്ട സാധനം തന്നെ കണ്ടാൽ അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖഹു മിൻ അദാബിൻ അലീം, വേദനാജനമായ ശിക്ഷ നാം അതിനെ രുചിപ്പിക്കും. ശരിക്കും അങ്ങ് രുചിച്ചു. നരകത്തിൻ്റെ ചൂടുള്ള കല്ല് തലേക്ക് ഇങ്ങോട്ട് വീണിട്ട് ആ തല അങ്ങോട്ട് ഉരുകി അവൻ്റെ കഴുത്തിലൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ ഹാർട്ടും ബാക്കിയുള്ള അകത്തുള്ള ആ അവയവങ്ങളൊക്കെ തുളച്ചിട്ട് അവൻ്റെ കുടലുകളെയൊക്കെ തുളച്ചിട്ട് ഉരുകിയിട്ട് അവൻ്റെ പിന്തുവാരത്തിലൂടെ അത് താഴോട്ട് പോവുകയും അവനങ്ങോട്ട് മരിച്ചു വീഴുകയും ചെയ്തു. പാഠമാണ് ഇത്. ഖുറാനിൽ അല്ലാഹു തആല പറഞ്ഞ സംഗതിയാണ്. അത്രയും വിശുദ്ധമായ അങ്ങനെ ഒരു ഭൂമി എവിടെയെങ്കിലും ഉണ്ടാവുമോ? ദജ്ജാൽ വരും, പക്ഷെ മക്കത്ത് കയറൂല, മദീനത്തേക്കും കയറൂല, മൂപ്പരായതിൻ്റെ പരിസരത്തൂടെ ഒക്കെ പോകും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുണ്ടല്ലോ, മുത്തബിഉ സുന്ന, നബിൻ്റെ സ്വഹാബിയാണ്, പ്രഗത്ഭനായ സഹാബിയ. മൂപ്പർക്ക് 2 വീടുണ്ടായിരുന്നു. ഒന്ന് ഹറമിലും ഒന്ന് ഹറമിൻ്റെ പുറത്തും. എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളോ വിമർശനങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കാൻ മൂപ്പർ ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ആ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുക, വിമർശനങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് ഇമാം ബഗവി തഫ്സീറുൽ ബഗവി രേഖപ്പെടുത്തുന്നു. 2 വീട്, ഒന്ന് ഹറമിലും ഒന്ന് ഹറമിൻ്റെ പുറത്തും. വിമർശനാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ, കുടുംബവുമായിട്ടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ മൂപ്പരോട് ചോദിക്കുക, എന്താ നിങ്ങൾ അങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ഹറമും കാർക്കശ്യത്തോടുകൂടി കുടുംബത്തോടും മറ്റും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മക്കത്താവുമ്പോൾ ഭാര്യമാരോടും മക്കളോടൊക്കെ അതികർശനമായിട്ട് രൂക്ഷമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരൂലേ? മൂപ്പര് ഹറമിൻ്റെ പുറത്ത് പോയിട്ട് പറയാം. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു എന്താ അങ്ങനെയാണ്? അപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ. ആ ഇൽഹാദിൽ പെട്ടതാണ് കല്ലാ വല്ലാഹ് ബലാ വല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അറബിയുടെ രീതിയാണ്. വല്ലാഹി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർക്കശത്തോടു കൂടി വിമർശനാത്മകമായിട്ട് പറയണം. അതൊക്കെ ഇൽഹാദാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതൊക്കെ ഇൽഹാദാണ്. അപ്പോൾ ഹാജിമാരായ നിങ്ങളൊക്കെ താമസിക്കുന്നത് ഹറമിലാണ്. അത് മക്കത്തെ പള്ളി മാത്രമല്ല, ഹറമിൽ താമസിക്കുകയാണെന്നൊക്കെ ചെയ്യുന്നത്. അസീസിയയിലാണ് താമസം കിട്ടുന്നതെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ അപ്പോൾ ഓർക്കണം, ഇത് ഹറമിലാട്ടോ കിടക്കുന്നത്, ഇരിക്കണത്, ഉറങ്ങണത് എന്ന് ഓർക്കണം. അവിടെ എന്താക്കാൻ പാടില്ല, അന്യായമായൊരു വാക്ക് പോലും സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആയത്ത് അങ്ങനെ, ആയത്തിൻ്റെ നമ്പറൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജിൻ്റെ 24, 25 ആയത്ത്. അടുത്തേക്ക് വരാം. സ്ത്രീയുടെ ഹജ്ജ്. സ്ത്രീക്ക് നിർബന്ധമായ ഹജ്ജ് നിർബന്ധമാണെങ്കിൽ ഒന്നിക്കുക ഭർത്താവോ അല്ലെങ്കിൽ മെഹ്റമോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ ഉണ്ടാകണം. ഒറ്റയ്ക്കൊരു കവറിൽ കൊടുക്കരുത്. ഹജ്ജിന് അപേക്ഷിക്കുമ്പോൾ നിർബന്ധമല്ല എന്നർത്ഥം. കഷ്ടപ്പെട്ടായിട്ട് ഇടങ്ങാറായിട്ട് പോലും നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഭർത്താവ് അല്ലെങ്കിൽ മെഹ്റം അല്ലെങ്കിൽ വിശ്വസ്തരായ
സ്ത്രീകൾ ഹറമിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടല്ല, പോണ വഴിയുടെ വിഷയമാണ്. നിർബന്ധമില്ല. വിശ്വസ്തരായ സ്ത്രീകൾ, അത് കുടുംബക്കാരനാവണമെന്നില്ല, അന്യ സ്ത്രീകളായാലും മതി, മഹ്റമായാലും മതി. അത് വിവാഹബന്ധത്തിലുള്ളതോ മുലകുടി ബന്ധത്തിലുള്ളതോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളതോ ആയ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷൻ. ഭർത്താവിൻ്റെ ഉപ്പയായാലും മതി, മരുമകൾ പോകുമ്പോൾ ഭർത്താവിൻ്റെ ഉപ്പയായാലും മതി, മകളായാലും മതി, ഉമ്മ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ വിശ്വസ്തരായ സ്ത്രീകൾ വേണം. വിശ്വസ്തരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വിമർശിക്കാനും അത് തടയാനൊക്കെ ചിന്തയുള്ള ഫാസിഖല്ലാത്ത സ്ത്രീ എന്നർത്ഥം. അപ്പോൾ ഫാസിഖാത്തുകൾ പോരാ, കാഫിറാത്തുകൾ പോരാ എന്നർത്ഥം. അപ്പോൾ ഏതെങ്കിലും ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ യാത്രക്ക് കൂട്ടരുത്. സ്ത്രീകൾ പോവുകയാണെങ്കിൽ അവരെ കൂടെ സ്ത്രീകളാണ് ഉണ്ടാവുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസ്തരാണോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള ആൾക്കാരെ ഹജ്ജിന് പോകുള്ളൂ എന്ന് നമ്മൾ കരുതുക. പിന്നെ അപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധമല്ല. നിർബന്ധമില്ലെങ്കിലും നിർബന്ധമായ ഹജ്ജിന് വേണമെങ്കിൽ വഴി സുരക്ഷിതമാണെങ്കിൽ അവൾക്ക് പോകാവുന്നതാണ്. നിർബന്ധമായ ഹജ്ജിനും ഉംറക്കും, അഥവാ ഒരൊറ്റ ഹജ്ജിനും ഒരൊറ്റ ഉംറക്കും എന്ത് ചെയ്യുക? പോകാം, അനുവദനീയമാണ്. നിർബന്ധമാണെങ്കിൽ അള്ളാഹു താല ചോദിക്കൂല ഇജ്ജെന്തേ ഹജ്ജ് ചെയ്യാഞ്ഞെന്ന് ചോദിച്ചാൽ ആ ചോദ്യം എപ്പോഴേ വരുള്ളൂ? ഒന്നിക്കൽ കൂടെ പോകാൻ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മെഹ്റം വേണം, അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ മാത്രമേ, ഉംറക്ക് പോയിട്ടില്ലെങ്കിൽ മാത്രമേ അള്ളാഹു താല ചോദിക്കുള്ളൂ. സുന്നത്തായ ഹജ്ജ് ഉംറ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഹജ്ജ്, അങ്ങനെയുള്ളതിന് അവിടെ കൂടെ കുറേ സ്ത്രീകളുണ്ടായാൽ പോരാ, അവിടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മെഹ്റം വേണം എന്നാണ് നിയമം. കുറേ സ്ത്രീകളുണ്ടായാലും പോരാ എന്നാണ്. സുന്നത്തായ ഹജ്ജ് ഉംറക്കൊക്കെ പോക്കില്ല. ഇപ്പോൾ ഉംറൻ്റെ കാലമാണല്ലോ, എല്ലാവരും ഉംറക്ക് വേണ്ടി അമീർമാരുമാണ്, പരമാവധി എല്ലാവരും പോകുന്നുണ്ട്. നല്ല കാര്യം തന്നെ, നമ്മളിപ്പോൾ അതിൽ വിമർശിക്കാനൊന്നുമില്ല. അപ്പോൾ അവിടെ സുന്നത്തായ ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു വേണ്ട, അവിടെ ഭർത്താവോ മെഹ്റമോ കൂടെ ഉണ്ടാവേണ്ടതാണ്. സ്ത്രീകൾ കൂടെ ഉണ്ടായാൽ പോരാ എന്നാണ് നമ്മുടെ മദ്ഹബിലെ അഭിപ്രായം. ഹജ്ജിന് ഉംറക്ക് മാത്രമല്ല, ഇനി വേറെ ഏത് യാത്രയാണെങ്കിലും, ചെറിയ യാത്രയാണെങ്കിലും, അമ്മാ സഫറുഹ, ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ സ്ത്രീ യാത്ര ചെയ്യൽ വൈൻ ഖസുറ, ചെറിയ യാത്രയാണെങ്കിലും, ഔ കാനത്ത് ഷൗഹാഹ, അല്ലെങ്കിൽ കണ്ടാൽ ആകർഷിക്കുന്ന രൂപമൊന്നുമല്ല, വിരൂപയാണ്, എന്നാൽ പോലും ഗൈരി ഫർദിൻ, ഫർദല്ലാത്ത ആവശ്യത്തിന് വേണ്ടി പോകൽ. കത്തത്വബിൽ ഇഹ്റാമി മിനൽ ഉംറത്തി ഫി തൻഈം, ഇപ്പോൾ ഉംറക്ക് വേണ്ടി തൻഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്യാം. നമ്മളിപ്പോൾ നിർബന്ധമായൊരു ഉംറ കഴിഞ്ഞാൽ, നിർബന്ധമായൊരു ഉംറ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉംറക്ക് വേണ്ടി തൻഈമിലേക്ക് പോകൂലേ, മക്കത്തെ താമസ സ്ഥലത്തുനിന്ന്? ആ തൻഈമുക്കുള്ള പോക്കാണെങ്കിൽ പോലും ഹറാമാണ്. വലുമാ നിസ്വത്തീനി, കുറേ സ്ത്രീകളുണ്ടെങ്കിലും ഹറാമാണ്. അവിടെ പുരുഷനോ മെഹ്റമോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് നിയമം. ഇതെല്ലാവരും പറയുന്ന നിയമമാണ്, ഞാനായിട്ട് പറയുന്ന നിയമമൊന്നുമല്ലേ. നിർബന്ധമായ ഹജ്ജ് ഉംറയാണെങ്കിൽ ഓക്കെ, അത് ഒറ്റ പെണ്ണിൻ്റെ കൂടെയൊക്കെ പോകാം. വഴി സുരക്ഷിതമാണെങ്കിൽ ഒറ്റക്കും പോകാം, അനുവദനീയമാണ്. ഒറ്റയ്ക്ക് സ്ത്രീക്ക് ആരെ സഹായം ഇല്ലാതെ, സ്ത്രീക്ക് മെഹ്റമോ ഭർത്താവ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഉംറക്ക് പോകുമ്പോൾ ഹജ്ജിൻ്റെ കൂടെ ഉംറ ചെയ്യുമല്ലോ. വെറുതെ ഇങ്ങനെ ഓടൊന്നും വേണ്ടെന്നർത്ഥം. ഇങ്ങനെ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ ഒരഭിപ്രായമുണ്ട്, ആ അഭിപ്രായം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഹജ്ജിനായാലും ഉംറക്കായാലും വേറെ എവിടേക്കും പോവുകയാണെങ്കിലും
ആ അഭിപ്രായം എന്താ വെച്ചാൽ ഒരു സ്ത്രീയാണെങ്കിലും വിശ്വസ്തയാണെങ്കിലും അവരുടെ കൂടെ പോകാം എന്ന ഒരഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിൽ കരുതണം, അല്ലെങ്കിൽ ആ യാത്ര ഹറാമായി പോകും. നമ്മൾ നിർബന്ധമായ ഹജ്ജിന് ഏതായാലും പോകാം, അതിന് കുഴപ്പമില്ല. നിർബന്ധമായതിന് പോകാം, അതിന് കുഴപ്പമില്ല. നിർബന്ധമല്ലാത്ത ഹജ്ജും ഉംറയും മറ്റ് യാത്രയും സിയാറത്ത് യാത്ര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മദ്രസൊന്നും ഒക്കെ ഇങ്ങനെ ആദ്യം കുട്ടികളെ കൊണ്ടുവരുന്നത്, ഇപ്പോൾ രക്ഷിതാക്കൾ അടക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ ആ യാത്രക്കൊക്കെ ഉള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമാം നബി തങ്ങളും ഷാഫി ഇമാമൊക്കെ പറഞ്ഞ ആ ദീനി കാഴ്ചപ്പാട്, ആ ഹദീസാണത്. നമ്മളിപ്പോൾ നമ്മളെ മദ്ഹബിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വളരെ കൃത്യമായ ഹദീസ് ആ വിഷയത്തിലുണ്ട്. ഒരു സ്ത്രീയും എന്താകരുത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറയുന്ന ഹദീസ് ഒരുപാട് ഉണ്ട്, ധാരാളം ഹദീസുകളുണ്ട്. സ്വഹൻ നഹിയു അൻ സഫറിൽ മർഅതി ബിലാ സൗജിൻ വ മഹറമിൻ മുത്ലഖൻ ഫായിദത്തുൻ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. സ്വഹൻ നഹിയു, നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ സ്വഹിയാണ്. സ്ത്രീ ഭർത്താവ് മെഹറമില്ലാതെ യാത്ര പോകുന്നതിന് വിലക്കിക്കൊണ്ടുള്ള ഹദീസ് സ്വഹീഹാണ് എന്നും കൂടെ പറയുന്ന ഹദീസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഹദീസ് സ്വഹിയാണ്. ഇമാം മുസ്ലിമോ മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇനി അങ്ങനെ ആരെയും പോകുന്നുണ്ടെങ്കിൽ ഒരാളെ കൂട്ടുക, ഒരു പെണ്ണിനെ കൂട്ടുക. ഒറ്റക്ക് തന്നെ യാത്ര ചെയ്യുക എന്നുള്ളത്, ഒരു പെണ്ണ് അവളെ മേലിൽ ഭയപ്പെട്ടു, അപ്പോൾ ഒക്കെ പോകാം. അല്ലെങ്കിൽ അവളെ വേണ്ട എന്തെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടുമെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഭയം ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി ഒറ്റയ്ക്ക് പോകാം. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മെഹ്റമിൻ്റെ കൂടെ ഇരുന്ന് പുറപ്പെട്ടിരുന്നത്, അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു മെഹ്റം മരിച്ചു. അപ്പോൾ പിന്നെ അവൾ യാത്ര മുടക്കി പോരൊന്നും വേണ്ട, ഹജ്ജ് യാത്ര പൂർത്തിയാക്കാവുന്നതാണ്. ചെറിയ യാത്ര എന്ന് പറയുന്നത്, ചെറിയ യാത്ര തന്നെ യാത്ര എന്നൊക്കെ പറയുന്ന ചെറുത് വണ്ടി വരെയൊക്കെ പോകില്ലേ. നാട്ടിലിങ്ങനെ നടക്കുന്ന യാത്രയെ കുറിച്ച് നമ്മൾ യാത്ര എന്ന് പറയില്ലല്ലോ. നമ്മൾ നാട്ടിലിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെ കുറിച്ച് യാത്ര ചെയ്തു എന്ന് പറയില്ലല്ലോ. കൊണ്ടോട്ടിക്ക് പോവുക, അല്ലെങ്കിൽ അപ്പുറത്ത് 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ത്രീ സംരക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ ഒരാളെ കൂട്ടി പോവുക. ഇപ്പോൾ ഭർത്താക്കന്മാർ ഉണ്ടാകണമെന്നില്ല, അപ്പോൾ അയലക്കത്തെ പെണ്ണുണ്ടാവും, അവരെയും കൂട്ടി പോവുക, ആ കുഴപ്പമില്ലല്ലോ. ഈ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടുള്ള ഫിത്നയും ഫസാദും വളരെ കൂടുതലാണ്. സ്ത്രീ അങ്ങനെ പഴച്ചു പോയി എന്ന അർത്ഥത്തിനല്ല പറയുന്നത്, പഴപ്പിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ റാപ്പിങ് മറ്റു മറിച്ചൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ. ബസ്സിൽ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യണമെന്ന്, ട്രെയിനിൽ വയ്യ. പുരുഷന്മാർ മദ്യപാനവും തമ്മാടികളും വർദ്ധിച്ചതുകൊണ്ടേ, അതാണൊരു വിഷയം. തമ്മാടികളും മദ്യപാനവും വർദ്ധിച്ചതുകൊണ്ട് ഒരു പുരുഷൻ കയ്യേറ്റം ചെയ്യുകയാണെങ്കിൽ തടുക്കാനുള്ള ആരോഗ്യം അവർക്ക് ഉണ്ടാവില്ല. പുരുഷൻ്റെ മാതിരിയല്ല, അവർ ശരിക്കും ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. നമ്മളിപ്പോൾ എത്രയോ കേസ് കേട്ടിട്ടുണ്ട്, പുരുഷനെ അങ്ങനെ സ്ത്രീ ബലപ്പെടുത്തി കീഴ്പ്പെടുത്തി നമ്മൾ കേൾക്കില്ല. സ്ത്രീ എന്തായി പുരുഷൻ കീഴ്പ്പെടുത്തി എന്നാണ് കേൾക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സുരക്ഷിതത്വം അവർക്ക് നൽകാൻ വേണ്ടിയാണ്. അല്ലാതെ പെണ്ണുങ്ങളെല്ലാവരെയും തെറ്റിദ്ധരിച്ചതുകൊണ്ട് മാത്രമല്ല, അവരുടെ ശരീരത്തിന് സംരക്ഷണം വേണം, ഒക്കെ വേണം. അതൊന്നുമില്ല നിൽക്കുക, അങ്ങനെ കുറേ ന്യായങ്ങളൊന്നും നമ്മൾ ആലോചിക്കണ്ട. അത് റസൂൽ പറഞ്ഞാൽ അനുസരിക്കുക, അതിന് തന്നെ കൂലി എന്ന് പറയുന്നത്. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്ന ഒരു ചിന്ത വേണ്ട. ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ, അന്ന് റസൂൽ ഇപ്പോൾ ഒരാളെ കൂട്ടി പോകാനാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ പോണത്, എന്താ കുഴപ്പം? അങ്ങനെയാണ് ചിന്തിച്ചാൽ എന്താ? അതുകൊണ്ടിപ്പോൾ നഷ്ടമൊന്നുമില്ലല്ലോ, സുരക്ഷിതത്തിലുള്ളൂ. അതേ സമയത്ത് ഒരു കുടുങ്ങിയ സാഹചര്യത്തിലാണ്, ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാണ്, ആരും ഇല്ലാത്ത പോകണ്ടെന്നറിയില്ല, അവിടെ പനിച്ചവിടെ വീട്ടിൽ കുത്തിരിക്കണം നമ്മൾ പറയുന്നില്ല, അങ്ങനെ നമ്മൾ പറയില്ല. സ്വാഭാവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതേ സമയത്ത് ഇപ്പോൾ അവിടെ വെള്ളത്തിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ മുങ്ങി മരിക്കുകയാണ്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിസ്കരിക്കാൻ തന്നെ വേണം, നിസ്കരിക്കുക തന്നെ വേണ്ട, അപ്പോൾ അവിടെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് നമ്മളെ കിതാബ് പറയാം. നിസ്കരിക്കൽ തന്നെ ഹറാമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്
അള്ളാഹുവേ അർഹമർ റബ്ബേ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹബീബായ മുത്തുനബിയുടെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ യാത്രയും ഹറമിലേക്കുള്ള യാത്രയും മറ്റ് എല്ലാ ജീവിതത്തിലെ യാത്രയും നീ പൊരുത്തപ്പെടുന്ന യാത്രകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ദീനീ ബോധം, മതബോധം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ ഔസാനാ ബിദ്ദുആഇ വലിജമീഇൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.